വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി സംബന്ധമായ നമ്മുടെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് ഒരു ശിശുവിൻ്റെ സമ്പൂർണ്ണ വികസനത്തിന് സഹായകമായ വിവിധ ഘടകങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ 5 ഘടകങ്ങൾ ഉണ്ട്. അതിൽ ആദ്യത്തെ 2 കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. കായിക വികസനവും ചാലകശേഷിയുടെ വികസനവും നമ്മൾ പറഞ്ഞു, വൈകാരിക വികസനവും പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത് ബൗദ്ധിക വികസനത്തെ സംബന്ധിച്ചാണ്. ബൗദ്ധിക വികസനം അഥവാ മാനസിക വികസനം എന്നാൽ എന്താണ്? നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും സങ്കീർണമായ വൈജ്ഞാനിക ശേഷികൾ ആവശ്യമായി വരുന്ന ഒരു പ്രവർത്തനം വിജയകരമായി നിർവഹിക്കുന്നതിനും വ്യക്തിയെ സഹായിക്കുന്ന മാനസിക ശേഷികളുടെയും കഴിവുകളുടെയും വികസനം. അതാണ് ബൗദ്ധിക വികസനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഥവാ അനസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ. നമ്മുടെ പരിസ്ഥിതിയിലെ സാഹചര്യങ്ങൾ നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനോട് പൊരുത്തപ്പെടാൻ, അതേപോലെ സങ്കീർണമായ വൈജ്ഞാനിക ശേഷികൾ ആവശ്യമായി വരുന്ന ഒരു പ്രവർത്തനം വിജയകരമായി നിർവഹിക്കുന്നതിനും വ്യക്തിയെ സഹായിക്കുന്ന മാനസിക ശേഷികളുടെയും കഴിവുകളുടെയും വികസനം. അതിനെയാണ് ബൗദ്ധിക വികസനം അല്ലെങ്കിൽ മാനസിക വികസനം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ മാനസിക ശേഷികളുടെ അല്ലെങ്കിൽ മാനസിക കഴിവുകളുടെ വികസനം എന്ന് പറയുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് അത്? ഏതെല്ലാം മേഖലകളിലാണ് മാനസിക വികസനം ഉണ്ടാവുന്നത്? അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഇന്ദ്രിയ വേദനവും പ്രത്യക്ഷണവും അഥവാ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. രണ്ടാമത്തത് ആശയ രൂപവൽക്കരണം, കൺസെപ്റ്റ് ഫോർമേഷൻ. 3, ശ്രദ്ധയും താല്പര്യവും, അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. 4, ഭാവനാ വികസനം, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. 5, ഭാഷാ വികസനം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓർമ്മശക്തിയുടെ വികസനം, ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി. പ്രശ്ന നിർദ്ധാരണ ശേഷിയുടെ വികസനം, ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി. ഇതാണ് മാനസിക വികസനത്തിന്റെ വ്യത്യസ്ത മേഖലകളാണ് ഇതെല്ലാം. ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 7 കാര്യങ്ങൾ, ഈ 7 ശേഷികൾ പരസ്പരം ബന്ധിതമാണ്. അഥവാ പരസ്പര ബന്ധമുള്ളതാണ് ഈ 7 കാര്യങ്ങളും. അവ ഒറ്റക്കൊറ്റക്ക് അങ്ങ് വികസിക്കുകയല്ല ചെയ്യുക. ഒന്ന് വികസിക്കുമ്പോൾ മറ്റൊന്നും കൂടി വികസിക്കും. അതുകൊണ്ട് ഏതൊരു വികസന ഘട്ടത്തിലും വ്യക്തിയുടെ മാനസിക വികസനത്തിൽ ഈ ശേഷികളുടെ സമഗ്രമായ വികസനം ഉണ്ടായിരിക്കും. അഥവാ ഒരു ശേഷി വികസിക്കുമ്പോൾ മറ്റൊരു ശേഷിയും കൂടി വികസിക്കും. അങ്ങനെ ഈ 7 ശേഷികളും അങ്ങനെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആദ്യം നമുക്ക് ഒന്നാമത്തെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ അഥവാ ഇന്ദ്രിയ വേദനവും പ്രത്യക്ഷണവും എന്ന കാര്യത്തെ പറ്റി ആലോചിക്കാം. ഈ മാനസിക വികസനം ഒരു തുടർ പ്രക്രിയയാണ്, പരസ്പരം ബന്ധമുള്ളതാണ് എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ ചില ഘട്ടങ്ങളിൽ ചില പ്രത്യേക പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം ഉണ്ടാവുക. ആദ്യത്തെ ഏതാനും മാസങ്ങളിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദ്രുതഗതിയിലുള്ള വികസനം നമുക്ക് കാണാൻ സാധിക്കും. ജനന സമയം തൊട്ട് നിരവധി ചോദകങ്ങൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ പല തണുപ്പ്, ചൂട് അങ്ങനെ തുടങ്ങിയിട്ട് പലതും ഈ പഞ്ചേന്ദ്രിയങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഇന്ദ്രിയങ്ങളിലൂടെ ശേഖരിക്കപ്പെടുന്ന പ്രാഥമികമായ അനുഭവങ്ങളെയാണ് ഇന്ദ്രിയ വേദനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ തൊലിയുടെ പുറത്ത് തണുപ്പ് അനുഭവപ്പെടുന്നു, അത് ഒരു ഇന്ദ്രിയ വേദനമാണ്. അതിനെയാണ് ഇന്ദ്രിയ വേദനം എന്ന് പറയുന്നത്. നമ്മളെ തൊലിപ്പുറത്താണ് ആദ്യമായിട്ട് നമുക്ക് ഈ തണുപ്പ് അനുഭവപ്പെടുന്നത്. ഈ പ്രാഥമികമായ ഈ അനുഭവത്തെയാണ് ഇന്ദ്രിയ വേദനങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നമ്മളൊരു തണുപ്പുള്ള സ്ഥലത്തേക്ക് ചെന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. എങ്ങനെയാണ് ഈ തണുപ്പ് അനുഭവപ്പെടുന്നത്? യഥാർത്ഥത്തിൽ ഈ തണുപ്പ് നമ്മുടെ തൊലിപ്പുറത്താണ് ആദ്യമായിട്ട് അത് അനുഭവപ്പെടുന്നത്. അപ്പോൾ തൊലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാഡികൾ വഴി ആ വിവരം തലച്ചോറിലെത്തുന്നു. തലച്ചോറാണ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് തണുപ്പാണ് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ കേവലം തൊലി മാത്രമുണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് തണുപ്പ് അനുഭവപ്പെടുകയില്ല. അത് തലച്ചോറിലെത്തിയിട്ട് ആ നാഡികൾ വഴി വരുന്ന ആ വിവരത്തെ തലച്ചോറ് വ്യാഖ്യാനിച്ചെടുക്കുമ്പോഴാണ് ഇത് തണുപ്പായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്,
ഇന്ദ്രിയ വേദനം. ഇന്ദ്രിയ വേദനം എന്നത് നമ്മുടെ തൊലിപ്പുറത്ത് നടക്കുന്ന കാര്യമാണ്. ഇത് തലച്ചോറിലെത്തി തലച്ചോർ ഇതിനെ തിരിച്ചറിയുന്നതാണ് പ്രത്യക്ഷണം എന്ന് പറയുന്നത്, അഥവാ ഇന്ദ്രിയാനുഭൂതി, പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഈ വിഷയമായിട്ടൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്, എലമെന്ററി ഇംപ്രഷൻ ഗ്യാതേർഡ് ത്രൂ സെൻസ് ഓർഗൻസ് ഈസ് കാൾഡ്. സെൻസ് ഓർഗൻസ് വഴി ലഭിക്കുന്ന എലമെന്ററി ഇംപ്രഷൻസിന് എന്താണ് പറയുക? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മൗലിക മുദ്രണം സാധ്യമാവുന്ന പ്രക്രിയ എന്ന് പറഞ്ഞ തണുപ്പ് ആദ്യം അനുഭവപ്പെടുന്നത് തൊലിപ്പുറത്താണെന്ന് പറഞ്ഞല്ലോ. ആ ആദ്യത്തെ ആ അനുഭവം അത് പിന്നീട് തലച്ചോറിലെത്തുന്നതിന് മുമ്പ് ആദ്യം തൊലിപ്പുറത്ത് ഉണ്ടായ അതിനെയാണ് എന്താണ് വിളിക്കുക? അതിനാണ് എലമെന്ററി ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്താണ് പേര് പറയുക? അതാണ് സെൻസേഷൻ. അത് തലച്ചോറിലെത്തിയിട്ട് അനുഭവപ്പെടുന്നതാണ് പെർസെപ്ഷൻ. അപ്പോൾ സെൻസേഷൻ എന്നതിന് ഇവിടെ നല്ലൊരു വാക്ക് ഇവിടെ ഇന്ദ്രിയ വേദനം എന്നതിന് പകരം സംവേദനം എന്നാണ് നൽകിയിരിക്കുന്നത്. സംവേദനം എന്നാൽ ഇന്ദ്രിയ വേദനമാണോ എന്നൊരു പക്ഷേ ചിലർക്ക് സംശയം ഉണ്ടായേക്കാം. പക്ഷെ അതിന് നേരെ എന്ന് ഇംഗ്ലീഷിൽ നൽകിയിരിക്കുന്നത് സെൻസേഷൻ എന്നാണ്. സെൻസേഷൻ ആണ് ഇന്ദ്രിയ വേദനം എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെൻസേഷൻ അഥവാ സംവേദനം എന്നാണ് എലമെന്ററി ഇംപ്രഷൻസ് ഗ്യാതേർഡ് ത്രൂ സെൻസ് ഓർഗൻസിന് പറയുക. ഇവിടെ ഈ ഇന്ദ്രിയ വേദനം, പ്രത്യക്ഷണം, ഈ രണ്ട് വാക്കുകൾ ഒരുപക്ഷെ ചിലർക്ക് ഇനിയും മനസ്സിലായിട്ടുണ്ടാവില്ല. അത് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇന്ദ്രിയ വേദനത്തിൽ ഇന്ദ്രിയങ്ങൾക്കാണ് മുഖ്യസ്ഥാനം. പ്രത്യക്ഷണത്തിൽ മസ്തിഷ്കവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അഥവാ സെൻസേഷൻ എന്ന് പറയുമ്പോൾ അത് ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, അങ്ങനെ തുടങ്ങി 5 ഇന്ദ്രിയങ്ങൾ നമുക്കുള്ളതാണ്. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങൾ അതിൽ ആദ്യം അനുഭവപ്പെടുന്ന അനുഭവം അതാണ് ഇന്ദ്രിയ വേദനം. പ്രത്യക്ഷണം എന്ന് പറയുന്നത് അത് തലച്ചോറിലെത്തുന്ന, തലച്ചോർ കൂടി പങ്കുവഹിക്കുന്നതാണ് പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ. അപ്പോൾ ഇന്ദ്രിയ വേദനവും പ്രത്യക്ഷണവും രണ്ടും ഒരേ സംഗതിയുടെ 2 ഭാവങ്ങളാണ്, ഒരേ പ്രക്രിയയുടെ 2 ഭാവങ്ങളാണ്. ഇതിപ്പോൾ രണ്ടാണ് എന്ന് നമുക്ക് വിശദീകരിക്കാൻ പറ്റുമെങ്കിലും യഥാർത്ഥ സാഹചര്യത്തിൽ നമുക്ക് 2 രീതിയിൽ അനുഭവിക്കാനാവില്ല. നമുക്ക് തണുപ്പ് അനുഭവപ്പെടുമ്പോൾ തൊലിപ്പുറത്ത് അനുഭവപ്പെടുന്നതേ നമുക്ക് തോന്നാറുള്ളൂ. യഥാർത്ഥത്തിൽ ഈ തൊലിപ്പുറത്ത് കുറെ തണുത്ത കാറ്റടിച്ചാൽ തലച്ചോറ് ശരിയല്ല എങ്കിൽ ആ തണുപ്പ് നമുക്ക് അനുഭവപ്പെടില്ല. അപ്പോൾ ഈ തൊലിപ്പുറത്ത് അനുഭവപ്പെടുമ്പോൾ അവിടെയുള്ള നാഡികൾ വഴി അത് തലച്ചോറിലെത്തുന്നു. തലച്ചോറിലെത്തിയിട്ട് തലച്ചോർ ഇതിനെ വ്യാഖ്യാനിക്കുന്നു. തലച്ചോർ ഈ വ്യാഖ്യാനിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ തൊലിപ്പുറത്ത് ആദ്യമായി അനുഭവപ്പെടുന്ന ആ അനുഭവത്തെയാണ് ഇന്ദ്രിയ വേദനം അഥവാ സെൻസേഷൻ എന്ന് പറയുന്നത്. ഇന്ദ്രിയ വേദനവും പ്രത്യക്ഷണവും ഒക്കെ വിജ്ഞാന സമ്പാദനത്തിന്റെ ആദ്യ പടികളായതിനാൽ വിദ്യാഭ്യാസത്തിൽ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മാനസിക വികസനത്തിന്റെ അടുത്ത ഘട്ടം രണ്ടാമത്തതാണ് ആശയ രൂപവൽക്കരണം, കൺസെപ്റ്റ് ഫോർമേഷൻ. ആശയങ്ങളെ എങ്ങനെ രൂപവൽക്കരിക്കുന്ന ഒരു കുട്ടി എന്നതാണ്. ഒരു ഉദാഹരണത്തിലൂടെ അത് നമുക്ക് പറയാം. അതായത് ഒരു കുട്ടി ഒരു വെള്ള കുതിരയെ കാണുന്നു. അപ്പോൾ ആരോ പറഞ്ഞു കൊടുക്കുന്നു അതൊരു കുതിരയാണ് എന്ന്. അപ്പൊ കുതിരയുടെ ഒരു ബിംബം കുട്ടി മനസ്സിൽ രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ കുതിര എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ വെളുത്ത കളറുള്ള 4 കാലുള്ള ഇതിനെയാണ് കുതിര എന്ന് പറയുന്നത് എന്നാണ് കുട്ടി അപ്പോൾ മനസ്സിലാക്കുക. അപ്പൊ കുതിരയെക്കുറിച്ച് കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ബിംബമാണ് ഉണ്ടാവുക. പിന്നീട് കുട്ടി ഒരു കറുത്ത കുതിരയോ ചുവപ്പ് കുതിരയോ കാണുമ്പോൾ അത് കുതിരയാണ് എന്ന് കുട്ടിക്ക് തോന്നില്ല. കാരണം കുട്ടി നേരത്തെ കണ്ട കുതിര വെളുത്ത കുതിരയാണ്. കറുത്തതും ചുവന്നതും ഒക്കെ ആയ കുതിരകൾ ഉണ്ടാകുമെന്ന് കുട്ടിക്കറിയില്ല. പക്ഷെ കുട്ടി കൂടുതൽ നിരീക്ഷിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അതും കുതിര തന്നെയാണ് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അപ്പോൾ ആദ്യം കണ്ട വെളുത്ത കുതിരയും പിന്നീട് കണ്ട കറുത്ത കുതിരയും 2 കുതിരകൾ തന്നെയാണ് എന്ന യാഥാർത്ഥ്യം കുട്ടി മനസ്സിലാക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ആദ്യം വെളുത്ത കുതിരയെ കണ്ടപ്പോൾ തൻ്റെ മനസ്സിൽ കുട്ടി ഉണ്ടാക്കിയ ആ ബിംബത്തെ അതിൽ ചെറിയ മാറ്റങ്ങൾ കുട്ടി വരുത്തുന്നു. അതായത് ആദ്യം കണ്ടതും പിന്നീട് കണ്ടതും തമ്മിൽ എന്തെല്ലാം സാദൃശ്യങ്ങളുണ്ടോ അതിനെയൊക്കെ കുട്ടി മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നു. എന്നാൽ ഇവ തമ്മിൽ എന്തെല്ലാം വൈജാത്യങ്ങളാണ് ഉള്ളത് അതിനെയൊക്കെ കുട്ടി ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉദാഹരണത്തിന് കുതിരയുടെ നിറം, കുതിരയുടെ വലിപ്പം, അതൊക്കെ വൈജാത്യങ്ങളാണ്. അതിനൊക്കെ കുട്ടി ഒഴിവാക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുതിര എന്ന ഒരു ആശയം കുട്ടി മനസ്സിൽ
ഒരു മാനസിക ബിംബം കുട്ടി മനസ്സ് സൃഷ്ടിച്ചെടുക്കുകയാണ്. എല്ലാ കുതിരകൾക്കും ബാധകമായ ഒരു പൊതു സവിശേഷതയായിരിക്കും കുട്ടി ഇപ്പോൾ ഉണ്ടാക്കിയ ആ ബിംബത്തിന്റെ അടിസ്ഥാനം. പിന്നീട് നിരീക്ഷിച്ച എല്ലാ കുതിരകളിലും കണ്ട ആ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഒരു ജന്തുഗണത്തെ കുറിക്കാൻ കുതിര എന്ന സംജ്ഞ കൂടി കുട്ടി ഉപയോഗിച്ചു തുടങ്ങുന്നു. അങ്ങനെയാണ് കുട്ടിയുടെ മനസ്സിൽ കുതിര എന്ന ആശയം രൂപവൽക്കരിക്കപ്പെടുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഈ ഉദാഹരണത്തിൽ നിന്ന് എങ്ങനെയാണ് ആശയ രൂപവൽക്കരണം ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 4 ഘട്ടങ്ങളാണ് അതിനുള്ളത്. ഒന്ന് ഇന്ദ്രിയ വേദനം അഥവാ സെൻസേഷൻ, രണ്ടാമത്തത് പ്രത്യക്ഷണം പെർസെപ്ഷൻ, മൂന്നാമത്തത് അബ്സ്ട്രാക്ഷൻ, നാലാമത്തത് സാമാന്യവൽക്കരണം അഥവാ ജനറലൈസേഷൻ. ഇന്ദ്രിയ വേദനം എന്ന് പറയുമ്പോൾ കുട്ടി കുതിരയെ കാണുന്നു, കണ്ണുകൊണ്ട് കാണുന്നു. കണ്ണ് ചെയ്യുന്ന ആ പ്രവർത്തനമാണ് ഇന്ദ്രിയ വേദനം. കണ്ണിൽ ആ കുതിരയുടെ ചിത്രം വരികയാണ്. പിന്നെ അത് തലച്ചോറിലെത്തിയിട്ട് തലച്ചോറ് അതിനെ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ കുതിര എന്ന് തലച്ചോറ് തിരിച്ചറിയുന്നു. അതിനെയാണ് പ്രത്യക്ഷണം പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കുതിരയെ കുട്ടി കണ്ടതിന് ശേഷമാണ് അതിന് അബ്സ്ട്രാക്ഷൻ ഉണ്ടാവുന്നത്. അഥവാ ആ കുട്ടി എന്തൊക്കെയാണ് ആ കുതിര എന്ന ഈ ജന്തുവിന്റെ ആദ്യമായി കണ്ട ആ കുതിര എന്ന ജന്തുവിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിന് 4 കാലുണ്ട്, അതിനൊരു വാലുണ്ട്, തലയുണ്ട്, അതിന്റെ ആ രൂപങ്ങളൊക്കെ മനസ്സിൽ കുട്ടി രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്, ഗുണവൽക്കരണം. പിന്നീട് കുട്ടി മറ്റൊരു കുതിരയെ കാണുമ്പോഴും അതും കുതിര തന്നെയാണ്. കറുത്ത കുതിരയെ കാണുമ്പോൾ, ചുവന്ന കുതിരയെ കാണുമ്പോൾ അതും കുതിര തന്നെയാണ് എന്ന് ആദ്യം കുട്ടിക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ പിന്നീട് കുട്ടി മനസ്സിലാക്കും അതും കുതിര തന്നെയാണ്. അപ്പോൾ ഈ കറുത്ത കുതിരക്കും വെളുത്ത കുതിരക്കും ചുവന്ന കുതിരക്കുമുള്ള പൊതുവെ ഉള്ള കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കിയെടുക്കുന്നു. അങ്ങനെ കുതിര എന്ന ജന്തു, കുതിര എന്ന ജീവി, അതിന്റെ കളർ വ്യത്യസ്തമായിരുന്നാലും അതിന്റെ വലുപ്പം വ്യത്യസ്തമായിരുന്നാലും കുതിരക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, എന്തെല്ലാം ഗുണങ്ങളുള്ളതാണ് ഒരു കുതിര എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അതിനെയാണ് ജനറലൈസേഷൻ അഥവാ സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. അത് കുട്ടി അടുത്ത സ്റ്റെപ്പിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നു. ഇങ്ങനെയാണ് ആശയ രൂപവൽക്കരണം നടക്കുന്നത്. ആശയ രൂപവൽക്കരണത്തിന് ഇങ്ങനെ 4 ഘട്ടങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഇന്ദ്രിയ വേദനം, പ്രത്യക്ഷണം, ഗുണവൽക്കരണം, സാമാന്യവൽക്കരണം. ഇനി മൂന്നാമത്തത് ശ്രദ്ധയും താല്പര്യവും, അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആ ക്ലാസ്സിലേക്ക് ഒരുപാട് ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിലെല്ലാ ശബ്ദങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ശബ്ദം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മനുഷ്യൻ താൻ ജീവിക്കുന്ന പരിസ്ഥിതിയിൽ നിന്നുള്ള നിരവധി ചോദകങ്ങളെ ഒരേ സമയം നേരിടേണ്ടി വരും. ചോദകങ്ങൾ എന്നത് വേണമെങ്കിൽ ഇവിടെ ശബ്ദങ്ങൾ എന്ന് വിചാരിച്ചു നോക്കൂ. ശബ്ദം ഒരു ചോദകമാണ്. നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയിൽ നിന്നും നിരവധി ശബ്ദങ്ങൾ ഒരേ സമയം നമ്മൾ നേരിടേണ്ടി വരും. എന്നാൽ ഈ ശബ്ദങ്ങളെയെല്ലാം ഒരേ അളവിൽ വ്യക്തിയെ ബാധിക്കുന്നില്ല. എന്നാൽ പല ശബ്ദങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നതേയില്ല. ചില ചോദകങ്ങൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് അയാളെ കൂടുതൽ സ്വാധീനിക്കുന്നു. ഇത് കാണിക്കുന്നത് വ്യക്തി പരിസ്ഥിതി ചോദകങ്ങളിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നതത്രേ. ഇപ്പൊ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടി ക്ലാസ്സിന് പുറത്ത് കിളികൾ ശബ്ദമുണ്ടാക്കുന്നുണ്ട്, അടുത്തുള്ള ക്ലാസ്സിലെ കുട്ടികൾ ശബ്ദമുണ്ടാക്കുന്നുണ്ട്, മറ്റ് പല ശബ്ദങ്ങളും ഉണ്ട്. പക്ഷെ ക്ലാസ്സിൽ അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് മാത്രമാണ് ആ കുട്ടി ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആ നിരവധി ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ശബ്ദം കുട്ടി തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴാണ്? ആ കുട്ടിക്ക് താല്പര്യമുള്ള ശബ്ദമാണ് ആ കുട്ടി തിരഞ്ഞെടുക്കുക. ചില കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാറില്ല, അവർ മറ്റെന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ വേറെയും ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്, അധ്യാപകന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. പക്ഷെ അധ്യാപകന്റെ ശബ്ദം അവർ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർ അധ്യാപകന്റെ ശബ്ദമല്ല അവർ കേൾക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അവർ മറ്റേതോ ഒരു ശബ്ദം, ഒരുപക്ഷെ മറ്റൊരു ക്ലാസ്സിലെ കുട്ടിയുടെ സംസാരമായിരിക്കും അവൻ ശ്രദ്ധിക്കുന്നുണ്ടാവുക. കാരണം അവൻ അതിലാണ് താല്പര്യം, അതുകൊണ്ടാണ് അവനത് ശ്രദ്ധിക്കുന്നത്. ശ്രദ്ധയുടെ ഒരു പ്രത്യേകത, നമുക്ക് ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്.
രണ്ട് കാര്യങ്ങളിൽ ഒരേ സമയം ശ്രദ്ധ ചെലുത്താൻ ആർക്കും കഴിയില്ല. കാരണം ശ്രദ്ധയ്ക്ക് ഒരൊറ്റ കേന്ദ്രം മാത്രമേ ഉള്ളൂ. ഒരേ സമയം തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ രണ്ടിലും നമ്മൾ ഒരേ സമയം ശ്രദ്ധിക്കുകയല്ല ചെയ്യുന്നത്. രണ്ടിലുമുള്ള നമ്മുടെ ശ്രദ്ധാ കേന്ദ്രം ഇങ്ങനെ മാറി മാറി വരികയാണ്. ഒരു സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു, ഉടനെ മറ്റതിലേക്ക് മാറുന്നു, പിന്നീട് ആദ്യത്തേതിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ മാറുന്നു. ഇങ്ങനെ ശ്രദ്ധാകേന്ദ്രം ഇങ്ങനെ മാറി മാറി വരികയാണ് നമ്മൾ ഒരേ സമയം രണ്ട് കാര്യം ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ ഇതിനെ വിഭജിത ശ്രദ്ധ, ഡിവൈഡഡ് അറ്റൻഷൻ എന്നാണ് പറയുക. ഡിവൈഡഡ് അറ്റൻഷൻ, ഒരേ സമയം ഒന്നിലേറെ വസ്തുക്കളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ മാറി മാറി വരികയാണ് ചെയ്യുന്നത്. അല്ലാതെ രണ്ടിലും ഒരേപോലെ നമ്മുടെ ശ്രദ്ധ ഒരേ സമയം പതിയുന്നില്ല. അതിനെ ഡിവൈഡഡ് അറ്റൻഷൻ എന്നാണ് പറയുക, വിഭജിത ശ്രദ്ധ എന്നാണ് പറയുക. അത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കുട്ടി പാഠം പഠിക്കുന്ന നേരത്ത് റേഡിയോയിൽ പാട്ട് കേൾക്കുകയാണെങ്കിൽ അപ്പോൾ പാഠത്തിലുള്ള കുട്ടിയുടെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ ആ പാട്ടിലേക്ക് തിരിയുന്നു, പാട്ടിൽ നിന്ന് പിന്നീട് പാഠത്തിലേക്ക് തിരിയുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുകയാണ്. ഇത് കുട്ടിയുടെ പഠനത്തെ സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഒരാളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന വസ്തുവിനെ ഡിസ്ട്രാക്ടർ എന്നാണ് പറയുക. അപ്പൊ ഡിസ്ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന വസ്തുവിനെയാണ് ഡിസ്ട്രാക്ടർ എന്ന് പറയുന്നത്. ഈ വിഷയകമായിട്ട് കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം, ദ പ്രോസസ്സസ് ഓഫ് അറ്റൻഡിങ് ടു സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് സൈമൾട്ടൈനിയസ്ലി, രണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കുന്ന അവസ്ഥ, അതിനെന്താണ് പറയുക? അതിന് എ സ്പാൻ ഓഫ് അറ്റൻഷൻ, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ, ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ, ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ. അത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞു ഡിവിഷൻ ഓഫ് അറ്റൻഷൻ ആണ് അപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ബി ആണ് അതിൻ്റെ ശരിയായ ഉത്തരം. രണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കുന്ന അവസ്ഥയെ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. മാനസിക വികസനത്തിന്റെ നാലാമത്തെ ഭാഗമാണ് ഭാവനാ വികസനം, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. ഭാവന എന്ന വാക്ക് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ള വാക്കാണ്, നമുക്കറിയാം. ഈ ഭാവന ബിംബങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ബിംബങ്ങൾ എന്ന് പറയുമ്പോൾ പ്രതിമ എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ അരികിലില്ലാത്ത ഒരു സുഹൃത്തിന്റെ രൂപം മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ദൃശ്യചിത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇനി അയാളുടെ ആ ചിത്രം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശബ്ദമാണ് നമ്മൾ മനസ്സിൽ വിഭാവന ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ശാബ്ദിക ബിംബം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും അല്ലെ? ഇത്തരം മാനസിക ചിത്രങ്ങളെയാണ് നമ്മൾ ഭാവനാ ബിംബം അഥവാ ഇമേജറി എന്ന് പറയുന്നത്. ഇങ്ങനെ മനസ്സിൽ ഒരാളുടെ ചിത്രം അല്ലെങ്കിൽ ബിംബം സൃഷ്ടിക്കുന്ന പ്രക്രിയയെ ബിംബനം എന്നാണ് മലയാളത്തിൽ പറയാ, ബിംബനം. ഈ ബിംബനം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഐന്ദ്രിക ബിംബനം അഥവാ സെൻസറി ഇമാജിനേഷൻ, മറ്റൊന്ന് സൃഷ്ടിപരമായ ബിംബനം, കൺസ്ട്രക്റ്റീവ് ഇമാജിനേഷൻ. സെൻസറി ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായ ഒരു അനുഭവത്തെ അതേപോലെ നമ്മൾ പുനസ്മരിക്കുക. മുമ്പുണ്ടായ ഒരു അനുഭവത്തെ നമ്മൾ ഓർക്കുന്നതിനെയാണ്, മനസ്സിൽ ഇങ്ങനെ ഭാവനയിൽ കാണുന്നതിനെയാണ് സെൻസറി ഇമാജിനേഷൻ എന്ന് പറയാം. അതിന് റീപ്രൊഡക്റ്റീവ് ഇമാജിനേഷൻ എന്നുകൂടി പറയുന്നുണ്ട്. പുനരാവർത്തന ബിംബനം, ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തെ അതേപോലെ ഒന്നുകൂടി നമ്മൾ പുനസ്മരിക്കുകയാണ് മനസ്സിൽ. അതിനെയാണ് റീപ്രൊഡക്റ്റീവ് ഇമാജിനേഷൻ അല്ലെങ്കിൽ സെൻസറി ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസറി ഇമാജിനേഷൻ മുമ്പുണ്ടായ ഒരു കാര്യത്തെ അതുപോലെ തന്നെ പുനസ്മരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരാൾ ഒരു പെൺകുട്ടിയുടെ രൂപം മനസ്സിൽ കാണുകയാണ്. ആ പെൺകുട്ടിയുടെ തല ഒരു മത്സ്യത്തിന്റെ തലയാണ്. മത്സ്യത്തിന്റെ തലയുള്ള ഒരു പെൺകുട്ടിയുടെ ബിംബം ഒരാൾ മനസ്സിൽ ഇങ്ങനെ കാണുകയാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യമല്ല, അത് അയാൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ആ ബിംബം. അതിനെയാണ് കൺസ്ട്രക്റ്റീവ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെൻസറി ഇമാജിനേഷൻ നടന്ന യഥാർത്ഥ കാര്യത്തെ
ഒരിക്കൽ കൂടി മനസ്സിൽ ഓർത്തെടുക്കുക, മനസ്സിൽ ഒന്നുകൂടി അതിനെ ആ ചിത്രം മനസ്സിൽ ഒന്നുകൂടി തെളിയിച്ചെടുക്കുക. അതാണ് സെൻസറി ഇമാജിനേഷൻ. എന്നാൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ നടക്കാനേ സാധ്യതയില്ലാത്ത പല കാര്യങ്ങൾ, അഥവാ മത്സ്യത്തിന്റെ തലയുള്ള ഒരു പെൺകുട്ടിയുടെ ചിത്രം മനസ്സിൽ ഇങ്ങനെ ഊഹിച്ചെടുക്കുക, ആ ബിംബം മനസ്സിൽ ഇങ്ങനെ രൂപപ്പെടുത്തുക, അതിനെയാണ് കൺസ്ട്രക്റ്റീവ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇനി ബൗദ്ധിക വികസനത്തിന്റെ അഥവാ മാനസിക വികസനത്തിന്റെ 5ാമത്തെ തലമാണ് ഭാഷാ വികസനം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഭാഷ എല്ലാവരും ഒരുപോലെയല്ല ആർജിക്കുന്നത്. പക്ഷെ ഏതാണ്ട് ഒരേ ക്രമത്തിലാണ് എല്ലാവരും ഭാഷ സ്വായത്തമാക്കുന്നത്. ജനിക്കുന്ന നേരത്ത് നമുക്കറിയാം എല്ലാ കുട്ടികളും കരയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ കുട്ടി തൻ്റെ ആവശ്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. 1 വയസ്സാകുമ്പോൾ കുട്ടി ഏതാനും ചില വാക്കുകളൊക്കെ പറയാൻ പഠിക്കും. അതിനുശേഷം കുട്ടി കുറേ വാക്കുകൾ പഠിക്കും. ഈ കുറേ വാക്കുകൾ പഠിക്കുന്നത് എല്ലാ കുട്ടികളും ഒരുപോലെ ആവില്ല. ആ കുട്ടിയുടെ പരിസ്ഥിതിയെയും ആ കുട്ടിയുടെ സാമൂഹ്യ നിലവാരത്തെയും ആശ്രയിച്ചിരിക്കുന്നു ആ കുട്ടി എത്രമാത്രം വാക്കുകൾ പഠിക്കുന്നു എന്നത്. അഥവാ ആ കുട്ടി നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബത്തിലുള്ള കുട്ടിയാണെങ്കിൽ മാതാപിതാക്കൾ വായിച്ചു കേൾക്കുമ്പോൾ കുട്ടി പുതിയ വാക്കുകൾ പഠിക്കുന്നു. അങ്ങനെ ഓരോ കുട്ടിയുടെയും സാഹചര്യത്തിനനുസരിച്ചാണ് കുട്ടി പിന്നീട് വാക്കുകൾ പഠിക്കുന്നതും പഠിക്കാതിരിക്കുന്നതുമൊക്കെ. ഈ പഠിച്ച വാക്കുകൾ നിലനിർത്തുന്നതും പുതിയ പദങ്ങൾ പഠിക്കുന്നതുമൊക്കെ കുട്ടിക്ക് നല്ല വായനാശീലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നല്ല വായനാശീലമുണ്ടെങ്കിൽ പുതിയ പദങ്ങൾ ആ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കും. നിലവിലുള്ള പദങ്ങളെല്ലാം ഓർത്തു വെക്കാനും സാധിക്കും. ഇനി അങ്ങനെ വായനാശീലമൊന്നും ഇല്ല എങ്കിൽ ആ കുട്ടിയുടെ പഠിച്ച വാക്കുകൾ പോലും ആ കുട്ടി മറന്നു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇത് വാർദ്ധക്യകാലം വരെ ഈ വ്യക്തി പുതിയ പുതിയ വാക്കുകൾ പഠിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് ഈ ഭാഷാ വികസനത്തിന്റെ ഒരു പ്രത്യേകത. എത്രമാത്രം പരന്ന വായന നടത്തുന്നോ അത്രമാത്രം ആ വ്യക്തിക്ക് ഭാഷ സ്വായത്തമാക്കാൻ സാധിക്കുന്നു. മാനസിക വികസനത്തിന്റെ 6ാമത്തെ ഭാഗമാണ് ഓർമ്മശക്തിയുടെ വികസനം, ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി. ജനന സമയത്ത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഈ ഓർമ്മശക്തി തീരെ ഇല്ല. എന്നാൽ ഈ ശൈശവത്തിന്റെ ആദ്യഘട്ടം മുതൽ ശിശു ഓർമ്മശക്തി ഇങ്ങനെ പ്രകടിപ്പിച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ കുട്ടിക്ക് വെറും ആവർത്തന സ്മരണ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അഥവാ റോട്ട് മെമ്മറി മാത്രമേ ഉണ്ടാകൂ. നമുക്കറിയാം കുട്ടികൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ആവർത്തന സ്മരണ മാത്രമാണ് ആദ്യകാലങ്ങളിൽ കുട്ടികൾക്കുണ്ടാവുക. എന്തെങ്കിലും ഓർമ്മിക്കുന്ന നേരത്ത് തന്നെ അതിൽ യുക്തിയോ ഉൾക്കാഴ്ചയോ പ്രയോഗിക്കാൻ മിക്ക സന്ദർഭത്തിലും കുട്ടികൾ ശ്രമിക്കാറില്ല. പിന്നെ ബാല്യകാലത്തിലെത്തുമ്പോൾ, കൗമാരദശയിലൊക്കെ എത്തുമ്പോൾ ഈ കുട്ടിയുടെ സ്മരണ, ഓർമ്മശക്തി കൂടുതൽ യുക്തിബന്ധിതമായി തീരുകയാണ് ചെയ്യുന്നത്. മാനസിക വികസനത്തിന്റെ 7ാമത്തെ ഭാഗം പ്രശ്ന നിർദ്ധാരണ ശേഷിയുടെ വികസനമാണ്, ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അയാൾ നേരിടേണ്ടി വരും. ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അയാളുടെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നേരിടുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് പ്രശ്നം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ മാറ്റിയാൽ മാത്രമേ അയാൾക്ക് അയാളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക? ആ പ്രശ്നങ്ങൾ അയാൾ പരിഹരിക്കാൻ അയാൾക്ക് ചിന്തനശേഷിയും യുക്തിചിന്തനശേഷിയും പ്രയോഗിക്കേണ്ടി വരും. അതായത് പ്രശ്ന നിർദ്ധാരണത്തിനുള്ള കഴിവ് ചിന്തനത്തിൻ്റെയും യുക്തിചിന്തനത്തിൻ്റെയും വികസനത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ് ചിന്തനം, എന്താണ് യുക്തിചിന്തനം? അത് രണ്ടുണ്ടെങ്കിലേ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോഴേ പ്രശ്ന നിർദ്ധാരണ ശേഷിയുടെ വികസനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്താണ് ചിന്തനം, എന്താണ് യുക്തിചിന്തനം എന്ന് നമുക്ക് പരിശോധിക്കാം. ചിന്തനം എന്നാൽ ഏതെങ്കിലും ഒരു പ്രശ്നം നേരിടുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണമായ ഒരു മാനസിക പ്രക്രിയയാണ്. അതിൽ ഈ പ്രശ്നത്തോടുള്ള വ്യക്തിയുടെ പ്രതികരണം കൂടി ഉൾപ്പെടുന്നുണ്ട്. യുക്തിചിന്തനം എന്നാൽ ചിന്തനത്തിന്റെ ഏറ്റവും ഉന്നതമായ രൂപമാണ്. അങ്ങനെ യുക്തിചിന്തനം നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു മസ്തിഷ്കം, തലച്ചോറ് ആവശ്യമാണ്. യുക്തിചിന്തന പ്രക്രിയക്ക് 2 സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇതിൽ ആദ്യത്തേത് ആവശ്യമുള്ള ആശയങ്ങൾ രൂപവൽക്കരിച്ചിട്ടുണ്ടാവണം എന്നതാണ്. രണ്ടാമത്തത് നിഗമനങ്ങൾ എത്തിച്ചേരാനും
തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവും അയാൾക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ യുക്തിചിന്തനം നടത്താൻ അയാൾക്ക് സാധിക്കുകയുള്ളൂ. ഈ ചിന്തനത്തിനും അതുപോലെ യുക്തിചിന്തനത്തിനും ഒക്കെയുള്ള ശേഷികൾ 2 വയസ്സ് മുതലാണ് ഒരു കുട്ടിയിൽ ഉണ്ടായി തുടങ്ങുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കുട്ടിയുടെ യുക്തിചിന്തനം കുട്ടിക്ക് പറ്റുമെങ്കിലും അത് പദാർത്ഥങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും. ഏതെങ്കിലും ഒരു പദാർത്ഥത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പദാർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടിക്ക് അങ്ങനെ യുക്തിചിന്തനം നടത്താൻ സാധിക്കുക. അതായത് ഗുണാത്മക ചിന്തനവും വികസിതമായ യുക്തിചിന്തനവും ഒന്നും നടത്താൻ ആ പ്രായത്തിൽ കുട്ടികളെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ അതൊക്കെ ആവശ്യമായി വരുന്ന ഗുണാത്മക ചിന്തനവും വികസിതമായ യുക്തിചിന്തനവും ഒക്കെ ആവശ്യമായി വരുന്ന സങ്കീർണ പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യാനൊന്നും അപ്പോൾ കുട്ടിക്ക് സാധിക്കില്ല. അത് പ്രായം തോറും കുട്ടിയിൽ ആ ശേഷി വളർന്നു വരികയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ കുട്ടിക്ക് ആശയങ്ങളെയൊക്കെ ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് താരതമ്യപ്പെടുത്താനും വിലയിരുത്താനും ഒക്കെ ഉള്ള ശേഷി കുട്ടിയിൽ പിന്നീട് ഉണ്ടായിത്തീരുകയാണ് ചെയ്യുക. ബുദ്ധിപരമായ വികസനത്തെക്കുറിച്ച് അഥവാ ബൗദ്ധിക വികസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാനസിക വികസനത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ പല പല വിവരങ്ങളും നേടുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് സംസ്കരിക്കപ്പെടുന്നത് അഥവാ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്, വിവര സംസ്കരണം. അതുപോലെ വൈജ്ഞാനിക ഘടനയുടെ സംഘാടനവുമൊക്കെ നമ്മുടെ ഉള്ളിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബൗദ്ധികമായ ശേഷികൾ ഉപയോഗിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൗദ്ധികമായ വികസനം ഉണ്ടായാൽ മാത്രമേ ഒരാൾക്ക് വൈജ്ഞാനികമായ വികസനം ഉണ്ടാവുകയുള്ളൂ. വിജ്ഞാനപരമായ വികസനം അഥവാ വൈജ്ഞാനിക വികസനം ഉണ്ടാവണമെങ്കിൽ ബൗദ്ധികമായ വികസനം ഉണ്ടായിരിക്കണം. അപ്പൊ അത് രണ്ടും തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളതിനാൽ ഇത് രണ്ടിനെയും ഒരേ അർത്ഥത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ബൗദ്ധിക വികസനവും വൈജ്ഞാനിക വികസനവും. 20ാം നൂറ്റാണ്ടിലെ ഉത്തരാർദ്ധത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വൈജ്ഞാനിക വികസന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്, വൈജ്ഞാനിക വികസനം ഒരു വ്യക്തിയിൽ എങ്ങനെ നടക്കുന്നു എന്നതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തുകയുണ്ടായി. ആ പഠനങ്ങൾ പലതും അപഗ്രഥന സ്വഭാവമുള്ള പഠനങ്ങളായിരുന്നു പലതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലായത് ഈ വൈജ്ഞാനിക വികസനത്തിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട് എന്നാണ്. ആ ഘട്ടങ്ങൾ അവർ മനസ്സിലാക്കിയെടുത്തു. അപ്പം അങ്ങനെ പഠനം നടത്തിയിട്ടുള്ള വ്യക്തികളിൽ ചിലരാണ് ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ. ഇവരൊക്കെ ഇങ്ങനെ വൈജ്ഞാനിക വികസന പ്രക്രിയയെക്കുറിച്ച് പഠനം നടത്തിയ ആളുകളാണ്. അവർ മനസ്സിലാക്കിയത് ഈ വൈജ്ഞാനിക വികസനത്തിന് ചില ഘട്ടങ്ങളൊക്കെ ഉണ്ട്. ആ ഘട്ടങ്ങൾ ആണ് ഇനി നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ എന്നിവർ എന്നീ 2 വ്യക്തിത്വങ്ങൾ, 2 മനഃശാസ്ത്രജ്ഞന്മാർ വൈജ്ഞാനിക വികസന പ്രക്രിയക്ക് ചില വികസന ഘട്ടങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് ഈ വികസന ഘട്ടങ്ങൾ എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇനി നമുക്ക് പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. പിയാഷെയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ള വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പിയാഷെയുടെ വീക്ഷണത്തിൽ മനുഷ്യന്റെ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ വികസനം എന്നത് ആ വ്യക്തിയും പരിസ്ഥിതിയും തമ്മിൽ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന വർത്തന പ്രതിവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വികസനം ഉണ്ടാവുന്നത്. അഥവാ ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ പരിസ്ഥിതിയും തമ്മിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന വർത്തന പ്രതിവർത്തനങ്ങളുടെ ഫലമാണ് അദ്ദേഹത്തിന് ആ മനുഷ്യന്റെ വികസനം എന്നാണ് പിയാഷെ പറയുന്നത്. പിയാഷെ ഈ വൈജ്ഞാനിക വികസനത്തെ 5 ഘട്ടങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഐന്ദ്രിക ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. രണ്ടാമത്തത് ആശയാധാന പൂർവഘട്ടം, പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്. 3 ഊഹനഘട്ടം, ഇൻഡിറ്റീവ് സ്റ്റേജ്. 4 വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 5 ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ 5 സ്റ്റേജുകളാണ് വൈജ്ഞാനിക വികസനത്തിനുള്ളത് എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. ഇതിൽ അദ്ദേഹത്തിന് ചില ഘട്ടങ്ങൾക്ക് മൊത്തത്തിൽ അദ്ദേഹം മറ്റൊരു പേര് നൽകുകയുണ്ടായി.
അതായത് ഇതിൽ 2ഉം 3ഉം ഘട്ടങ്ങൾ അഥവാ ആശയാധാന പൂർവ്വഘട്ടം അഥവാ പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്, ഊഹനഘട്ടം അഥവാ ഇൻഡ്യൂട്ടീവ് സ്റ്റേജ്, ഈ 2ഉം 3ഉം ഘട്ടങ്ങളെ സംയുക്തമായി രണ്ടിനെയും കൂടി അദ്ദേഹം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ മനോവ്യാപാര പൂർവ്വഘട്ടം എന്ന് വിളിച്ചു. 4ഉം 5ഉം ഘട്ടങ്ങളെ അദ്ദേഹം ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് വിളിച്ചത്. അപ്പോൾ 2ഉം 3ഉം ഘട്ടങ്ങളെ അദ്ദേഹം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നും 4ഉം 5ഉം ഘട്ടങ്ങളെ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നും വിളിച്ചു അദ്ദേഹം. ഈ ഓരോ ഘട്ടത്തിൻ്റെയും പ്രത്യേകത, ഒരു ഘട്ടം അതിന് മുമ്പുള്ള ഘട്ടത്തെക്കാൾ, ഓരോ ഘട്ടത്തിലും അതിന് മുമ്പുള്ള ഘട്ടങ്ങളെക്കാൾ പല വിധത്തിലുള്ള പുതിയ ഭൗതികമായ പ്രവർത്തനങ്ങളും അടുത്ത ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന പുരോഗതിയാണ്. മുമ്പില്ലാത്ത പല ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും അഥവാ ഭൗതിക പ്രവർത്തനങ്ങളും അടുത്ത ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിയാഷെയുടെ അഭിപ്രായത്തിൽ എല്ലാ കുട്ടികളും ഈ പ്രത്യേക ഘട്ടങ്ങളിലൂടെ ഒക്കെ പുരോഗമിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആർക്കും ഒരു ഘട്ടത്തെ ഒഴിവാക്കാനാവില്ല. എന്നാൽ ഓരോ ഘട്ടത്തിലും ഓരോരുത്തർ നേടുന്ന പുരോഗതിയിൽ വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാമെങ്കിലും എല്ലാവരും ഈ ഘട്ടങ്ങളിലൂടെ തന്നെയാണ് പുരോഗമിക്കുന്നത് എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. ഇനി നമുക്ക് ഈ ഘട്ടങ്ങളെയൊക്കെ അഥവാ ജീൻ പിയാഷെയുടെ ഈ വികസന ഘട്ടങ്ങളെയൊക്കെ നമുക്ക് വിശദമായിട്ട് ഓരോന്നോരോന്നായി അല്പം പരിശോധിക്കാം. ഒന്നാമത്തത് ഐന്ദ്രിക ചാലക ഘട്ടം. 2 വയസ്സ് വരെയുള്ള ഘട്ടമാണ് ഈ ഐന്ദ്രിക ചാലക ഘട്ടം. ഒരു കുട്ടി 2 വയസ്സാവുന്നത് വരെയുള്ള കാലം. ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടി നേടിയെടുക്കുന്ന ശേഷികൾ, അതിൽ പ്രധാനപ്പെട്ടതാണ് വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം അഥവാ ഒബ്ജക്റ്റ് പെർമനൻസിനെ കുറിച്ചുള്ള ബോധം. അതായത് ഒരു ചെറിയ കുട്ടിയുടെ ലോകത്ത് ഒരു വസ്തു പ്രത്യക്ഷത്തിൽ സമീപത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അസ്തിത്വമുള്ളൂ. ഒരു വസ്തു പ്രത്യക്ഷത്തിൽ ആ കുട്ടിയുടെ സമീപത്തുണ്ടെങ്കിൽ മാത്രമേ അതിന് അസ്തിത്വമുള്ളൂ. ക്രമേണ വസ്തുവിന്റെ സ്ഥിര സ്വഭാവത്തെക്കുറിച്ച് കുട്ടി അല്പാൽപം ബോധവാനാവുകയാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടിയുടെ മാനസിക വികസനം ബുദ്ധിയുള്ള ഒരു മൃഗത്തിൻ്റെതിന് തുല്യമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുണ്ട്. സ്വന്തം കൺമുന്നിലുള്ള സാധനം മാത്രമേ ഉള്ളൂ എന്ന ധാരണയാണ്. കൺമുന്നിൽ നിന്ന് ഒരു വസ്തുവിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ ആ വസ്തു ഉണ്ട് എന്ന ബോധം കുട്ടിക്കില്ല. ഒരു കളിപ്പാട്ടം കുട്ടിയുടെ മുന്നിലുള്ളപ്പോൾ കുട്ടിക്ക് അത് കിട്ടാൻ താല്പര്യമുണ്ടാകും. പക്ഷെ ആ കുട്ടിയുടെ കൺമുന്നിൽ നിന്ന് ആ കളിപ്പാട്ടം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു കളിപ്പാട്ടത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ കുട്ടിക്കുണ്ടാവില്ല. അത് ആ പ്രായത്തിലെ ഒരു പ്രത്യേകതയാണ്. 2 വയസ്സോട് കൂടിയിട്ടാണ് ഈ 2 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഇങ്ങനെ കൺമുന്നിൽ നിന്ന് ഇത് മാറ്റിയാലും അങ്ങനെ ഒരു വസ്തു ഉണ്ട്, വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം അങ്ങനെയാണ് കുട്ടിയിൽ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം, ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്ന് ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്കുള്ള ക്രമമായ പുരോഗതി. നമുക്കറിയാം, ഒരു ശിശു കൈകാലുകളൊക്കെ അനക്കുന്നത് തുടക്കത്തിൽ അനക്കുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല. കുട്ടി ഈ സ്വന്തം ഇച്ഛപ്രകാരം ഇങ്ങനെ കൈകാലുകൾ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുകയുമല്ല. അതിന് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല. കൈകളും കാലുകളും സ്ഥിരമായി ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നതേ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ കുട്ടികൾ. അത് സ്വന്തം ഇച്ഛപ്രകാരം എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതല്ല. അപ്പൊ തുടക്കത്തിൽ അങ്ങനെയാണ്, ഇച്ഛാതീത വ്യവഹാരങ്ങളാണ്. പിന്നീട് ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്ക്, അതാ മനപ്പുറം ഉദ്ദേശത്തോട് കൂടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് കൈകാലുകൾ ഇങ്ങനെ അനക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടി വികസിക്കും, അങ്ങനെ പുരോഗതി നേടും. ഇത് ഈ ആദ്യത്തെ 2 വർഷങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. രണ്ടാമത്തെ ഘട്ടം ആശയാധാന പൂർവ്വഘട്ടം. 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ ആശയാധാന പൂർവ്വഘട്ടം. ഇതിൻ്റെ പ്രത്യേകത, ഈ കാലഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്ന പ്രധാനപ്പെട്ട ശേഷിയാണ് പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി. അഥവാ മനസ്സിൽ അതിൻ്റെ ഒരു ഇമേജ് തീർക്കുവാൻ, അങ്ങനെ വസ്തുക്കളെ ബിംബം എന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചാണ് എന്താണ് ബിംബങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന്. മനസ്സിൽ അതിൻ്റെ ഒരു ഇമേജ് തീർക്കാനുള്ള ശേഷിയാണ് ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി ഈ ഘട്ടത്തിലാണ് ഒരു കുട്ടി നേടിയെടുക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു കുപ്പി കാണുമ്പോൾ, പാൽക്കുപ്പി കാണുമ്പോൾ പാലിന്റെ ഉറവിടമായിട്ട് അതിനെ കുട്ടി സങ്കല്പിക്കുന്നു. അപ്പോൾ ആ ശേഷി അവിടെ ഈ പ്രായത്തിലെ 2 വയസ്സ് മുതലാണ് കുട്ടിക്ക് ആ ശേഷി ഉണ്ടാവുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടി ഭാഷയുമായി പരിചയമാവുകയും ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കളികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതായത് ഒരു കുട്ടിയുടെ 3 ചക്രമുള്ള ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ആ സൈക്കിളിനെ ഒരു റേസിംഗ് കാറായിട്ടും ഒക്കെ കുട്ടി സങ്കല്പിക്കും. അതുപോലെ ചെറിയൊരു വടി കയ്യിൽ കിട്ടിയാൽ അത് തോക്കായിട്ട് കുട്ടി സങ്കല്പിക്കും. അതുപോലെ അത് മാത്രമല്ല, കുട്ടിയുടെ സമീപത്തില്ലാത്ത വസ്തുക്കളെ കുറിച്ചൊക്കെ ഈ ഘട്ടത്തിൽ ചിന്തിക്കുവാൻ കുട്ടിക്ക് സാധിക്കും. ഇതാണ് ഈ ആശയാധാന പൂർവ്വഘട്ടത്തിന്റെ പ്രത്യേകത. പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി ഈ ഘട്ടത്തിലാണ്, അഥവാ 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള ഘട്ടത്തിലാണ് കുട്ടി നേടിയെടുക്കുന്നത്. ഇനി 3ാമത്തെ ഘട്ടം ഊഹനഘട്ടം എന്നാണ് ആ 3ാം ഘട്ടം അറിയപ്പെടുന്നത്. 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഊഹനഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്ന ശേഷി കുട്ടിയുടെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ച് ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുന്നു. ഭൂതവർത്തമാന കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന്, അഥവാ കുട്ടിയുടെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ച് ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുന്നു. അപ്പൊ ലഘുവായ ബന്ധങ്ങളാണ് കുട്ടി ഊഹിച്ചെടുക്കുക. വലിയ ബന്ധങ്ങളൊന്നും ഊഹിച്ചെടുക്കാൻ കഴിയില്ല. അഥവാ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിക്ക് ബന്ധങ്ങളൊക്കെ ഊഹിച്ചെടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുന്നു, പക്ഷെ ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കാനുള്ള ശേഷിയാണ് ഉണ്ടാവുന്നത്. അതായത് ഇവിടെ റിവേഴ്സിബിലിറ്റിക്കുള്ള ശേഷി ഈ പ്രായത്തിൽ കുട്ടി നേടിയെടുക്കുന്നില്ല. അത് നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകം ഉണ്ടായിരിക്കേണ്ടതാണ്. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചിന്തന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ ഈ കുട്ടിക്ക് കഴിയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, രവി എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ച് പറയാം. 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു സഹോദരനുണ്ട്, ശശി. അവന്റെ അനുജനാണ്. അപ്പൊ രവിയുടെ അനുജനാണ് ശശി. അപ്പൊ രവിയോട് ചോദിക്കുന്നു, രവി നിനക്ക് സഹോദരനുണ്ടോ? അപ്പൊ രവി പറയും, അതെ എനിക്ക് സഹോദരനുണ്ട്. അവൻ ശശിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അതെ ശശി എന്റെ സഹോദരനാണ് എന്ന് പറയും. രണ്ടാമതായി ചോദിക്കുന്നു രവിയോട്, ശശിക്ക് സഹോദരനുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ രവി പറയും, എനിക്ക് ശശിക്ക് സഹോദരനില്ല എന്നാണ് മിക്കവാറും ആ കുട്ടി മറുപടി പറയാം. യഥാർത്ഥത്തിൽ ശശിയുടെ സഹോദരനാണ് ഈ രവി. ഞാൻ ശശിയുടെ സഹോദരനാണ് എന്ന് ചിന്തിക്കാൻ കുട്ടിക്ക് കഴിയില്ല. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 5 വയസ്സായ രവിക്ക് തൻ്റെ ചിന്തയെ തന്നിലേക്ക് തന്നെ പിന്നോട്ടെടുക്കാനും ശശി എൻ്റെ സഹോദരനായതിനാൽ ഞാൻ ശശിയുടെ സഹോദരനാണ് എന്ന് യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷി ആ പ്രായത്തിൽ ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഈ കഴിവിനെയാണ്, ഈ പ്രതിഭാസത്തെയാണ് റിവേഴ്സിബിലിറ്റി എന്ന് ജീൻ പിയാഷെ പറയുന്നത്. ആ റിവേഴ്സിബിലിറ്റിക്കുള്ള ശേഷി ഈ ഘട്ടത്തിൽ ആ കുട്ടി നേടിയെടുക്കുന്നില്ല. അത് അടുത്തു വരുന്ന ഘട്ടത്തിലാണ് കുട്ടി വികസിപ്പിച്ചെടുക്കുന്നത്. ഇനി 4ാമത്തെ ഘട്ടം വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്ന പ്രധാനപ്പെട്ട ശേഷിയാണ് യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നു. ഇവിടെ റിവേഴ്സിബിലിറ്റി അഥവാ പ്രത്യാവർത്തനം വേണ്ടി വരുന്ന മനോവ്യാപാരങ്ങൾ ഏർപ്പെടാനുള്ള ശേഷി പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ അനുഭവങ്ങൾ പദാർത്ഥനിഷ്ഠമായിരിക്കേണ്ടതുണ്ട്. അതാണ് ഈ ഘട്ടത്തിലെ പ്രത്യേകത. അപ്പോൾ യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷി കുട്ടിക്ക് വർദ്ധിക്കുന്നു. റിവേഴ്സിബിലിറ്റി അഥവാ പ്രത്യാവർത്തനം നടത്താനുള്ള ശേഷി കുട്ടി നേടിയെടുക്കുന്നു. ഈ ഘട്ടത്തിന്റെ സ്വഭാവം വിശദമാക്കാൻ വേണ്ടിയിട്ട് ഈ പിയാഷെ ഓപ്പറേഷണൽ തോട്ട് അഥവാ മനോവ്യാപാരം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ മനോവ്യാപാരം എന്ന് പറഞ്ഞാൽ ലഘുവായ നിരവധി ബന്ധങ്ങളെ മാനസികമായി കൈകാര്യം ചെയ്ത് മാനസിക പ്രവർത്തനങ്ങളുടെ ഒരു സങ്കീർണ ഘടനയായിട്ട് ഇണക്കി ചേർക്കുന്ന ഒരു പ്രവർത്തനമാണ് ഓപ്പറേഷണൽ തോട്ട് എന്ന് പറഞ്ഞാൽ. അഥവാ ലഘുവായ നിരവധി ബന്ധങ്ങളെ മാനസികമായിട്ട് കൈകാര്യം ചെയ്ത് മാനസിക പ്രവർത്തനങ്ങളുടെ ഒരു സങ്കീർണ ഘടനയായിട്ട് അവയെ ഇണക്കി ചേർക്കുന്ന ഒരു പ്രവർത്തന പദ്ധതി, അതാണ് മനോവ്യാപാരം. അപ്പൊ അതൊക്കെ നടത്താനുള്ള ശേഷി ഈ കുട്ടി നേടിയെടുക്കുകയാണ്.
അത് സാധ്യമാകുന്നത് റിവേഴ്സബിലിറ്റിയുടെ സഹായത്തോടെയാണ്. എന്താണ് റിവേഴ്സബിലിറ്റി എന്ന് നേരത്തെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ ശേഷി ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുകയാണ്. പിന്നെ ഈ ഘട്ടത്തിന്റെ പ്രത്യേകത, ഇങ്ങനെ റിവേഴ്സബിലിറ്റി ഒക്കെ കുട്ടി നടത്താനുള്ള ശേഷിയൊക്കെ കുട്ടി നേടിയെടുക്കുന്നുവെങ്കിലും അനുഭവങ്ങൾ പദാർത്ഥനിഷ്ഠമാകേണ്ടതുണ്ട് എന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഘട്ടത്തിൽ പദാർത്ഥങ്ങളുടെയോ അനുഭവങ്ങളുടെയോ സഹായത്തോടെ മാത്രമേ മനോവ്യാപാരം നടക്കുകയുള്ളൂ. അക്കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഈ ഘട്ടത്തിന്റെ ഒരു പോരായ്മ, അല്ലെങ്കിൽ ഈ ഘട്ടം ഇനിയും ഒരു പരിമിതി ഈ ഘട്ടത്തിൽ ആ കുട്ടിക്കുണ്ട്. അതായത് പദാർത്ഥങ്ങളുടെയോ അനുഭവങ്ങളുടെയോ സഹായത്തോടെ മാത്രമേ ഈ ഘട്ടത്തിലും കുട്ടിയുടെ ചിന്തകൾ നടക്കുകയുള്ളൂ. ശുദ്ധമായ ഗുണാത്മക ചിന്തനം ഈ ഘട്ടത്തിൽ നടത്തുവാൻ കുട്ടിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ ഘട്ടത്തെ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന അദ്ദേഹം ഈ 4ാം ഘട്ടത്തെ, വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടത്തെ വിളിക്കാൻ കാരണം, വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് അദ്ദേഹം എന്തുകൊണ്ട് ഈ ഘട്ടത്തെ വിളിച്ചു എന്നതിന്റെ കാരണം ഇതാണ്. ഇവിടെ പരിപൂർണമായ ഗുണാത്മക ചിന്തനം നടത്താൻ കുട്ടിക്ക് സാധ്യമല്ല. ഇവിടെ ഒരു പദാർത്ഥങ്ങളുടെയോ അനുഭവങ്ങളുടെയോ സഹായത്തോടെ മാത്രമേ മനോവ്യാപാരം നടത്താൻ അഥവാ ചിന്തകൾ നടത്താൻ കുട്ടിക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഘട്ടത്തിന്റെ ഒരു പരിമിതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ 12 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി പലവിധ കഴിവുകൾ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് വസ്തുക്കൾ ഒന്നോ അതിലധികമോ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് കണക്കിലെ അഥവാ ഗണിതത്തിലെ ചതുഷ്ക്രിയകൾ ചെയ്യാനൊക്കെ സാധിക്കും. എണ്ണം, വലിപ്പം, ആകൃതി, തൂക്കം, ഇതിൻ്റെയൊക്കെ സവിശേഷതകൾക്കൊത്ത് നടത്തുന്ന ക്രമീകരണം അഥവാ സീരിയേഷൻ നടത്താൻ കുട്ടിക്ക് സാധിക്കും. ഇനി വർഗങ്ങളും ഉപവർഗങ്ങളും ഒക്കെ രൂപവൽക്കരിക്കുവാൻ കുട്ടിക്ക് സാധിക്കും. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ ഗ്രൂപ്പിംഗ് എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. ഇതൊക്കെ നടത്താൻ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സാധിക്കുന്നതാണ്. ഇതൊക്കെ എങ്ങനെ ഈ കുട്ടിക്ക് സാധിക്കുന്നു? അത് റിവേഴ്സബിലിറ്റി നടത്താനുള്ള ശേഷി അഥവാ അനുഭവങ്ങളെ പിന്നിലേക്ക് എടുക്കാനുള്ള ശേഷി അഥവാ റിവേഴ്സബിലിറ്റിക്കുള്ള ശേഷി ഈ പ്രായത്തിൽ കുട്ടി നേടിയെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സീരിയേഷൻ അഥവാ ക്രമീകരണം നടത്താനും ഒക്കെ ചതുഷ്ക്രിയകൾ ചെയ്യാനും ഒക്കെ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഭാഗത്ത് നിന്നും ഒരു കേഡറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ് ഇനി നമ്മൾ പറയുന്നത്. അക്കോർഡിംഗ് ടു പിയാഷെ, which all abilities are essential for children to develop the ability of seriation? Seriation, പിയാഷയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ ക്രമീകരണം എന്ന ശേഷി വികസിക്കുവാൻ വേണ്ടി വരുന്ന ഇതര ശേഷികൾ ഏതാണ്? നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞു റിവേഴ്സബിലിറ്റിക്കുള്ള ശേഷി കുട്ടി നേടിയെടുത്താൽ മാത്രമേ കുട്ടിക്ക് ക്രമീകരണങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അഥവാ റിവേഴ്സബിലിറ്റി എന്നതിൻ്റെ മലയാളമാണ് പ്രത്യാവർത്തന ശേഷി. അപ്പോൾ എ എന്ന ഉത്തരമാണ് അതിൽ ശരി, എ എന്ന ഓപ്ഷനാണ് ശരി. റിവേഴ്സബിലിറ്റി നേടിയെടുക്കണം. അപ്പോൾ പിയാഷയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ ക്രമീകരണം അഥവാ സീരിയേഷൻ എന്ന ശേഷി വികസിക്കുവാൻ വേണ്ടി വരുന്ന മറ്റൊരു ശേഷിയാണ്. അത് നടത്താൻ ഈ റിവേഴ്സബിലിറ്റി എന്ന ശേഷി കുട്ടി നേടിയെടുക്കേണ്ടതുണ്ട്. 5ാമത്തെ ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം. 12 വയസ്സ് മുതൽ പ്രായപൂർത്തിയാവുന്നത് വരെയുള്ള ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്ന ശേഷിയാണ് ഗുണാത്മകവും തികച്ചും ബിംബാത്മകവുമായ ചിന്തനം സാധ്യമാകുന്നു. ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെ പ്രശ്നം നിർദ്ധാരണം ചെയ്യാനാവുന്നു. അപ്പൊ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് ചിന്തിക്കാൻ പദാർത്ഥങ്ങളുടെയോ അല്ലെങ്കിൽ പദാർത്ഥനിഷ്ഠമായ അനുഭവങ്ങളുടെയോ സഹായമൊന്നും ആവശ്യമില്ല. കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് മനസ്സിൽ ചിന്തിച്ച് അനുമാനിച്ച് യുക്തിചിന്തനം നടത്താനുള്ള ശേഷി ഈ പ്രായത്തിൽ കുട്ടി നേടിയെടുക്കും. അതാണ് 12 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കാര്യം. അവിടെ നേരത്തെ കഴിഞ്ഞ ഘട്ടത്തിൽ ചിന്തിക്കാൻ കുട്ടിക്ക് എന്ത് വേണം? ഒരു പദാർത്ഥം വേണം മുന്നിൽ, അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെയോ അല്ലെങ്കിൽ പദാർത്ഥനിഷ്ഠമായ അനുഭവങ്ങളുടെയോ സഹായം ആവശ്യമായിരുന്നു. പക്ഷെ ഈ ഘട്ടത്തിൽ അതിന് ആവശ്യമില്ല. അതില്ലാതെ തന്നെ ചിന്തിക്കുവാൻ, കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ അനുമാനിച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ തന്നെ
അങ്ങനെ യുക്തിചിന്തനം നടത്താനുള്ള ശേഷി ഈ പ്രായത്തിൽ, അഥവാ 12 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള ആ ഘട്ടത്തിൽ തന്നെ കുട്ടി നേടിയെടുക്കും. അതാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിന്റെ പ്രത്യേകത. ഇത് സംബന്ധമായി ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ് യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടം ഏതാണ്? ശൈശവം, ബാല്യം, കൗമാരം, വാർദ്ധക്യം. അമൂർത്ത ചിന്ത എന്ന് പറയുമ്പോൾ പദാർത്ഥങ്ങളുടെ സഹായമില്ലാതെ തന്നെ അനുമാനങ്ങളൊക്കെ മനസ്സിൽ തന്നെ ചിന്തിച്ച് കുട്ടിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതാണ് അമൂർത്ത ചിന്ത. ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാവുന്ന വളർച്ചാഘട്ടം ശൈശവമല്ല, ബാല്യവുമല്ല, വാർദ്ധക്യവുമല്ല. വാർദ്ധക്യത്തിൽ ആ ശേഷി ഇല്ലാതാവുകയാണ് ചെയ്യുക. അപ്പോൾ കൗമാരമാണ് ശരിയായ ഉത്തരം. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഈ വിഷയകമായ ഒരു ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേജസ് ഡസ് നോട്ട് ബിലോങ്സ് ടു പിയാഷെസ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിയാഷെ പറയുന്ന ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അഥവാ വൈജ്ഞാനിക വികസന ഘട്ടത്തിന്റെ ഇതിൽ പെടാത്തത് ഏതാണ്? അതിൽ പെടാത്തത് ഏതാണ്? ഒന്ന് സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഐന്ദ്രിക ചാലക ഘട്ടം, ശരിയാണ്. പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്, ആശയാധാന പൂർവ്വഘട്ടം, അതും പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ പെട്ടതാണ്. ഇൻഡ്യൂറ്റീവ് സ്റ്റേജ്, ഊഹനഘട്ടം, അതും അതിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഐക്കോണിക് സ്റ്റേജ്, ബിംബനഘട്ടം, ഇത് പിയാഷെയുടെ വൈജ്ഞാനിക ഘട്ടത്തിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ബിംബനഘട്ടം എന്ന ഒന്ന് നമ്മൾ ഇതുവരെ പഠിച്ചില്ലല്ലോ. അപ്പോൾ വൈജ്ഞാനിക പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ പെടാത്തതാണ് ബിംബനഘട്ടം. അപ്പോൾ ഡി എന്നതാണ് ശരിയായ ഉത്തരം. ഈ ഉത്തരം എഴുതിയ ആൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ബി എന്നതിന് നേരെയും ഡി എന്നതിന് നേരെയും അയാൾ ശരിയിട്ടിരിക്കുകയാണ്. അയാൾക്ക് ഈ കൺഫ്യൂഷൻ എവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് ഈ വിഷയം പഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബിംബനഘട്ടം എന്നത് നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. ബ്രൂണറുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഐക്കണിക് സ്റ്റേജ് അഥവാ ബിംബനഘട്ടം കാണുന്നത്. ഇപ്പൊ പിയാഷെയുടേതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പിയാഷെ ഏതെല്ലാം ഘട്ടങ്ങളുടെ പേരാണ് പറയുന്നത് അത് കൃത്യമായി നമ്മൾ പഠിക്കണം. ഇനി ബ്രൂണറുടേത് പഠിക്കുമ്പോൾ അതിൽ ബിംബനഘട്ടം എന്ന ഒന്നുണ്ട്. രണ്ടും കൂടി കലർന്നു പോവാതിരിക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഡി ആണ് ഓപ്ഷൻ ഡി, ബിംബനഘട്ടം അഥവാ ഐക്കണിക് സ്റ്റേജ് എന്ന അവസാനത്തെ ഓപ്ഷനാണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. ഇനി നമുക്ക് വൈജ്ഞാനിക വികസനത്തെക്കുറിച്ച് ബ്രൂണർ കണ്ടെത്തിയ ഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ബ്രൂണേറിയൻ ഘട്ടങ്ങൾ, ബ്രൂണർ കണ്ടെത്തിയ ഘട്ടങ്ങൾ, അതാണ് ബ്രൂണേറിയൻ ഘട്ടങ്ങൾ എന്നതുകൊണ്ട് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പിയാഷെ പഠിച്ചതുപോലെ തന്നെ ഏതാണ്ട് അതിന് തുല്യമായ നിഗമനങ്ങളിൽ ബ്രൂണറും എത്തിയിട്ടുണ്ട്. പക്ഷേ ബ്രൂണറുടെയും പിയാഷെയുടെയും ഈ വികസന ഘട്ടങ്ങളിൽ ഉള്ള വ്യത്യാസം, രണ്ടുപേരുടെയും ചിന്തയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബ്രൂണർ വികസന ഘട്ടങ്ങളെ പ്രായവുമായി ബന്ധപ്പെടുത്തുന്നില്ല. നേരത്തെ പിയാഷെയുടെ നമ്മൾ കണ്ടു, അദ്ദേഹം 2 വയസ്സ് വരെ, 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ, അങ്ങനെയൊക്കെ ഓരോ വയസ്സുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പിയാഷെ പറയുന്നത്. പക്ഷെ ബ്രൂണർ ഈ വികസന ഘട്ടങ്ങളെ ഒന്നും പ്രായവുമായി അഥവാ വയസ്സുമായി ബന്ധിപ്പിക്കുന്നില്ല. മറിച്ച് ആശയങ്ങൾ രൂപവൽക്കരിക്കാനും അങ്ങനെ വൈജ്ഞാനിക ഘടന കെട്ടിപ്പടുക്കാനും വ്യക്തി ഉപയോഗിക്കുന്ന അനുഭവങ്ങളുടെ സ്വഭാവത്തെ ആധാരമാക്കിയാണ് ഈ ഘട്ടങ്ങളെ അദ്ദേഹം വിവരിക്കുന്നത്. അതാണ് ബ്രൂണറുടെ പഠനത്തിന്റെ പ്രത്യേകത. അദ്ദേഹം പ്രായവുമായിട്ട് ഈ ഘട്ടങ്ങളെ ബന്ധിപ്പിക്കുന്നില്ല എന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അഥവാ ബ്രൂണറുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ ചിന്തനം 3 ഘട്ടങ്ങളിലൂടെയാണ് വികസിക്കുന്നത്. കുട്ടികളുടെ ചിന്ത 3 ഘട്ടങ്ങളിലൂടെയാണ് വികസിക്കുന്നത്. ഒന്നാമത്തത് എനാക്റ്റീവ് സ്റ്റേജ് അഥവാ പ്രവർത്തന ഘട്ടം. രണ്ടാമത്തത് ഐക്കണിക് സ്റ്റേജ്, അതാണ് ബിംബന ഘട്ടം. നേരത്തെ നമ്മളെ ചോദ്യത്തിൽ കണ്ടല്ലോ ബിംബന ഘട്ടം, ഓപ്ഷൻ ഡി വന്നത്. അപ്പൊ ഇത് ബ്രൂണറുടെ രണ്ടാമത്തെ ഘട്ടമാണ്. ബ്രൂണർ കണ്ടെത്തിയിട്ടുള്ള വൈജ്ഞാനിക വികസന ഘട്ടത്തിലെ രണ്ടാമത്തെ ഘട്ടമാണ് ഐക്കണിക് സ്റ്റേജ്. മൂന്നാമത്തെ ഘട്ടമാണ് സിംബോളിക് സ്റ്റേജ് അഥവാ പ്രതിരൂപാത്മക ഘട്ടം. അപ്പൊ എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഇങ്ങനെ 3 ഘട്ടമാണ്
അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ. ഇനി നമുക്ക് ഓരോ ഘട്ടങ്ങളെയും വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തത് എനാക്റ്റീവ് സ്റ്റേജ് അഥവാ പ്രവർത്തന ഘട്ടം. ഈ ഒന്നാം ഘട്ടത്തിൽ വൈജ്ഞാനിക അനുഭവങ്ങൾ കുട്ടി സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും ഒക്കെ കായികമായ പ്രവർത്തനങ്ങളിലൂടെയാണ്, അഥവാ പ്രവർത്തനങ്ങളിലൂടെ പഠിക്കുന്ന കാലഘട്ടമാണ് ഈ ഒന്നാം സ്റ്റേജ് അഥവാ എനാക്റ്റീവ് സ്റ്റേജ്. അപ്പോൾ എനാക്റ്റീവ് സ്റ്റേജിന്റെ പ്രത്യേകത അഥവാ പ്രവർത്തന ഘട്ടത്തിന്റെ പ്രത്യേകത പ്രവർത്തനത്തിലൂടെയാണ് കുട്ടി കാര്യങ്ങൾ പഠിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് ബിംബന ഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടി വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രത്യക്ഷണത്തിന് വിധേയമായ അനുഭവങ്ങളുടെ മാനസിക ബിംബങ്ങളിലൂടെയാണ്. അഥവാ മനസ്സിൽ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ചെയ്യാൻ കുട്ടിക്ക് സാധിക്കും. മനസ്സിൽ ഒരു സംഗതിയുടെ ബിംബങ്ങൾ തീർത്തുകൊണ്ട്, അതിൻ്റെ രൂപങ്ങൾ മനസ്സിൽ തീർത്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുവാൻ കുട്ടിക്ക് സാധിക്കുന്നതാണ്. പദാർത്ഥങ്ങളെ നേരിൽ കാണേണ്ടുന്ന ആവശ്യമില്ല. പദാർത്ഥങ്ങളെ നേരിൽ കാണാതെ തന്നെ, ഒരു വസ്തുവിനെ നേരിൽ കാണാതെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കുവാനും കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാനും ഒക്കെ കുട്ടിക്ക് സാധിക്കും ഈ ഘട്ടത്തിൽ. അതാണ് ബിംബന ഘട്ടം. മൂന്നാം ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം. പ്രതിരൂപാത്മക ഘട്ടം. ഈ ഘട്ടത്തിന്റെ പ്രത്യേകത, ഇവിടെ കുട്ടി പഠിക്കുന്നതും കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതുമൊക്കെ മുഖ്യമായും പ്രതീകങ്ങൾ വഴിയാണ്. പ്രതീകങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖ്യമായും ഭാഷ വഴി കാര്യങ്ങൾ പഠിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഘട്ടം. വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നത് അഥവാ കാര്യങ്ങൾ പഠിക്കുന്നത് പിന്നെ അത് പ്രകടിപ്പിക്കുന്നതും ഒക്കെ പ്രതീകങ്ങൾ വഴിയാണ്. പ്രതീകങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാഷയിലൂടെയാണ് കുട്ടി കാര്യങ്ങൾ പഠിക്കുകയും കാര്യങ്ങൾ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ പ്രവർത്തനവും ബിംബങ്ങളും ഭാഷാപദങ്ങളായി മാറ്റുകയും അങ്ങനെ ഗുണാത്മക ചിന്തനത്തിലേക്ക് വ്യക്തി നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഗുണാത്മക ചിന്തനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ നേരിൽ കാണാതെ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനും ഒക്കെ ഉള്ള ശേഷിയാണ് ഗുണാത്മക ചിന്ത. അങ്ങനെ ആ ഗുണാത്മക ചിന്തക്കുള്ള ശേഷി ഈ പ്രായത്തിൽ കുട്ടി നേടിയെടുക്കുന്നു. അതാണ് പ്രതിരൂപാത്മക ഘട്ടം എന്ന മൂന്നാമത്തെ ഘട്ടം. ഇതാണ് ബ്രൂണറുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികസനത്തിന്റെ മൂന്നാമത്തെ ഘട്ടം ഇതാണ്. ഇനി ഇത് സംബന്ധമായിട്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നമുക്ക് പരിശോധിക്കാം. ജെറോം എസ് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തതേത്? Which among the following does not belong to Jerome S. Bruner's stages of cognitive development? പ്രവർത്തന ഘട്ടം, എനാക്റ്റീവ് സ്റ്റേജ്, അത് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ പെട്ടതാണ്. ഒന്നാമത്തേത് തന്നെ അതാണ്, നമുക്കറിയാം. പ്രതിരൂപാത്മക ഘട്ടം അഥവാ സിംബോളിക് സ്റ്റേജ്, അതാണ് ബ്രൂണറുടെ മൂന്നാമത്തെ ഘട്ടം എന്ന് നമുക്കറിയാം. ബിംബന ഘട്ടം, ഐക്കണിക് സ്റ്റേജ്, അത് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ രണ്ടാമത്തതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ 3 ഘട്ടങ്ങളുമായി. ഇത് നാലാമത്തത് തെറ്റായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാം. അത് വായിച്ചു നോക്കാം. ഉദഹന ഘട്ടം എന്നാണ് എഴുതിയിട്ടുള്ളത്, ഇൻഡ്യൂറ്റീവ് സ്റ്റേജ്. ഉദഹന ഘട്ടം എന്നല്ല യഥാർത്ഥത്തിൽ നമ്മുടെ പുസ്തകത്തിൽ ഉള്ളത്, ഊഹന ഘട്ടം എന്നാണ്. പലപ്പോഴും പല ചോദ്യങ്ങളിലും ഇങ്ങനെ ഉദഹന ഘട്ടം എന്ന് കേട്ടറ്റ് പരീക്ഷയിൽ അടിച്ചു വരുന്നത്, ടൈപ്പ് ചെയ്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഇൻഡ്യൂറ്റീവ് സ്റ്റേജ് എന്നുള്ളത് കൊണ്ട് ഊഹന ഘട്ടം എന്നാണ് എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അത് ബ്രൂണറുടേതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പിയാഷെയുടേതാണ് എന്ന് നമുക്കറിയാം. ഈ പിയാഷെയുടെ കാര്യങ്ങൾ, പിയാഷയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽപ്പെട്ട ബിംബന ഘട്ടം എന്ന ചോദ്യം എന്ന ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ട് ചോദ്യം ചോദിച്ചത് നേരത്തെ നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പോൾ ഉദഹന ഘട്ടം ബ്രൂണറുടെ കാര്യങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ പിയാഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചേർത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലർത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ ചോദ്യത്തിൽ നമ്മൾ പെട്ടുപോവാതിരിക്കണമെങ്കിൽ, ശരിയായ ഉത്തരം നമുക്ക് മനസ്സിലാവണമെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓരോ വ്യക്തിയും പറയുന്ന ഘട്ടങ്ങൾ ഏതാണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ ഇൻഡ്യൂറ്റീവ് സ്റ്റേജ് അഥവാ ഊഹന ഘട്ടം എന്നതാണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, അവസാനത്തെ ഡി ആണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാം.